I'd like to know what is it that keeps you going? ഇത്ര വർഷമായിട്ട് what keeps you consistently being in love with cinema? അത് മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, how do you have so much patience? ചുറ്റുള്ള എല്ലാ ആൾക്കാർക്കും ഇത്ര പ്രണയവും ഇത്ര സ്നേഹവും ഇത്ര ടൈമും അറ്റൻഷൻ തരാനുള്ള ഒരു എനർജിയും, what is the driving force behind it? അല്ല, ഇതിൽ ഇപ്പോൾ ഞാൻ ഇതിന് ഒരു മറുപടി ഒരുപാട് പേർക്ക് ഒരു നല്ല മറുപടിയായിട്ട് തോന്നുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഇപ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ആദ്യത്തെ ഷോട്ട് അഭിനയിക്കുമ്പോൾ അതേ ഒരു ഫയറിൽ തന്നെയാണ് ഞാനിപ്പോഴും എൻ്റെ ഒരു സിനിമ അഭിനയിക്കുന്നത് അല്ലേ. ആദ്യ ദിവസം പോകുമ്പോൾ അതേ ഒരു പേടിയിലും ആ ഒരു സുഖത്തിലും ഒക്കെ തന്നെയാണ്. അത് നിങ്ങളുടെ ചെയ്യുന്നൊരു ജോലിയോടുള്ള സ്നേഹമാണ്. ഇപ്പോൾ ഒരുപാട് പേര് രാവിലെ എണീറ്റിട്ട് അയ്യോ എന്തിന് ഞാൻ ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മോശത്തിലേക്കേ പോകുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏറ്റവും നല്ല സന്തോഷവും സമാധാനവും തൃപ്തിയും തോന്നിയിട്ടാണ് ഒരു ജോലി ചെയ്യേണ്ടത്. ഇത് മോശമാണ് അല്ലെങ്കിൽ ഇത് ഒരു ആവശ്യമില്ലെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് അഭിനയം നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഞാൻ ഏറ്റവും സന്തോഷമായിട്ടും എൻ്റെ ഈ പ്രൊഫഷൻ ഏറ്റവും നല്ല ബഹുമാനത്തിലൊക്കെ കൂടെയാണ് പോകുന്നത്. അതാണ് എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ്. അഭിനയ മുഹൂർത്തങ്ങളിൽ ഒരുപക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ പോലും ലാലിൽ ഉണ്ടായിട്ടുണ്ട്. ലാലിൻ്റെ കാൽക്കൽ ഒരാൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. അതെ, അതും അഭിനയിച്ചുകൊണ്ട്. അതെ, അതിൻ്റെ പ്ലീസ് സേവ് മീ എന്നാണ് പറയുന്നത്, എന്നെ രക്ഷിക്കുമെന്നാണ് ഡയലോഗ്. സാമി അല്ലേ? അതെ, ആലിമൂടൻ അല്ലേ? ആലിമൂടൻ ചേട്ടൻ, പത്മരാജൻ സാറ്, ചേട്ടൻ ആദ്യം മരിച്ചു കിടക്കുന്നത് ഞാനാണ് പോയി കാണുന്നത്. ഗാന്ധിമതി ബാലൻ എന്നോട് വന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരുപാട് സന്ദർഭങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. എൻ്റെ മടിയിലേക്ക് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടാണ് മരിച്ചു വീഴുന്നത്. അപ്പോൾ അല്ല, അത് സിനിമയുടെ ഒരുപാട് തലങ്ങളിലൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ ആ പ്രൊഫഷനെ ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതിൽ ഞാനൊരു എന്താ പറയണ്ടേ, അതിനൊരു വാക്ക് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതിലൊരു ഉന്മാദം കൊള്ളുന്നു ഞാൻ അല്ലേ. അതില്ലാതാകുന്ന സമയത്ത് അതാണ് എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ്. അതെന്താണ് എങ്ങനെയാണെന്ന് അത് പറയാൻ പറ്റില്ല. അതൊരു സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യേണ്ടത്. ലാലിൻ്റെ ആ ഉന്മാദത്തെ ഒരുപക്ഷെ ഒരു ഇൻസ്പിറേഷനായിട്ട് കാണുന്ന പല ആൾക്കാരുമുണ്ട്. ഒരു പുതുമുഖ നടി ഇവിടെ ലാലിനോടൊരു ചോദ്യം ചോദിക്കണമെന്നുള്ള വാശിയിലുണ്ട്. ആയിക്കോട്ടെ. ഹലോ ലാലേട്ടാ, എനിക്ക് ചോദിക്കാനുള്ള മറ്റൊന്നുമല്ല. ഞാൻ ലാലേട്ടൻ്റെ കൂടെ ഒരു പടം അഭിനയിച്ചിട്ടുള്ളൂ, അതും വളരെ കുഞ്ഞായിരുന്നപ്പോൾ അഭിനയിച്ചതാണ്. പക്ഷെ അപ്പം എനിക്ക് കിട്ടിയ ഒരു കംഫർട്ടബിൾ ലെവൽ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, ഒട്ടും ടെൻഷനോ ഒന്നും ഇല്ലാതെയാണ് ഞാൻ ആ പടം ചെയ്തത്. എനിക്ക് ചോദിക്കാനുള്ളത് വേറെ ഒന്നുമല്ല, ലാലേട്ടൻ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഒരുപാട് വർഷങ്ങളായി നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് നമുക്കെല്ലാവർക്കും, സ്പെഷ്യലി ഈ യങ് ജനറേഷന് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. എങ്ങനെയാണ് ലാലേട്ടൻ ഇങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർട്ടിസ്റ്റിന് ഇത്രയും കംഫർട്ടബിൾ ആക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരെയും എങ്ങനെ ഒരേ ലെവലിൽ കാണാൻ കഴിയുന്നു? അല്ല, ഇതിനുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞു. കാര്യം എൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ വന്ന സമയത്ത് എൻ്റെ വലിയ ആൾക്കാരുടെ കൂടെയാണ് ഞാൻ അഭിനയിക്കുന്നത് അല്ലേ. ഇതേ ചോദ്യം ഞാൻ അവരോട് ചോദിക്കേണ്ടി വന്നില്ല. കാര്യം അത്രയും കംഫർട്ടബിളായിരുന്നു ഞാൻ. അവരുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ട് മാറ്റായിരുന്നു. എനിക്ക് എൻ്റെ ചെറുപ്പകാലം മുതൽ, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് 80 വയസ്സ് മുതൽ താഴോട്ടാണ് അല്ലെ. 70 വയസ്സുള്ള ആൾക്കാർ, 60 വയസ്സുള്ള ആൾക്കാർ. അതൊരു വളരെ ഒരു ഭാഗ്യമാണ്. അവരുടെ ആ എനർജിയിലൂടെ കടന്നു പോവുക, അവരുടെ കഥകളിലൂടെ കേട്ടുപോവുക എന്ന് പറയുന്നതുകൊണ്ട് അതിലൊരാളായിട്ട് മാറി. അതുകൊണ്ട് ഈ വരുന്ന ആൾക്കാരെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. എത്ര ചെറിയ കുട്ടിയാണ്, വളരെ ചെറിയ പ്രായത്തിൽ. അപ്പോൾ ആ കുട്ടിയെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായിട്ടാണ് വരുന്നത്. അവരുടെ കംഫർട്ട് സോണിലോട്ട് നമ്മൾ ചെല്ലുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരെ ഒരിക്കലും എൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുവരില്ല. ഞാൻ അവരിലേക്ക് പോയിട്ട് അവരെ കംഫർട്ടബിൾ ആക്കുകയാണ്. അതിപ്പം വളരെ മനഃപൂർവ്വം ചെയ്യുന്നൊരു കാര്യമല്ല, അത് അറിയാതെ സംഭവിക്കുന്നതാണ്. അതൊരു ക്വാളിറ്റിയാണ്. തീർച്ചയായിട്ടും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ പഠിക്കുന്നത്. പറഞ്ഞാൽ ഈ പുതുമുഖ നടന്മാരൊക്കെ ഇങ്ങനെ ശരീരം ഇങ്ങനെ മെലിയിച്ചിരിക്കുന്ന കാണുമ്പോൾ ലാലിന് തോന്നില്ലേ ഒന്ന് ശരീരം ട്രിമാക്കണം? ഇതാ എത്രയോ വർഷമായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്ന അല്ല. ഇപ്പം ഞാൻ പറയട്ടെ, അങ്ങനെ ഭയങ്കരമായൊരു സിനിമയിൽ അങ്ങനെ ഒരു കഥാപാത്രം അങ്ങനെ വരികയാണെങ്കിൽ സമയത്ത് ചിലപ്പോൾ സിക്സ് പാക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ ബോളിവുഡിലൊക്കെ സംസാരിക്കുന്നത് ഭയങ്കര പ്രയാസം. വെള്ളം കുടിക്കാതെ കഷ്ടപ്പെടണം 6 പാക്സ് ഉണ്ടെങ്കിൽ. അത് കുറച്ചാൾ കഴിഞ്ഞാൽ അത് വീണ്ടും അത് പോവുകയും ചെയ്യും. ഓക്കെ, ചിലപ്പോൾ വേണേൽ അതിൻ്റെ ഒരു സീക്രട്ട് വേണേൽ പറഞ്ഞു തരാം. ആയിക്കോട്ടെ.